ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കണ്ണൂർ യാത്ര എന്നൊക്കെ പറയാം. കാരണം ഉപ്പ വന്നതിന് ശേഷം ഒരു ഡേ മൊത്തം ലീവായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്ന് നമ്മൾ ഫുള്ള് ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ആദ്യം നമ്മൾ സുഡിയോയിൽ പോകാമെന്ന് വിചാരിച്ച്. അവിടെ കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ടല്ലോ, നമ്മളിതുവരെ പോയിട്ടില്ല. ഉപ്പ വന്നിട്ട് പോകാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. സോ അവിടെ ഒന്ന് പോകണം. പിന്നെ നെക്ഷാനിലൊന്ന് കയറണം, കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് കരിമ്പ് കുടിക്കണം എന്നൊരാഗ്രഹം വന്നു. അങ്ങനെ നമ്മളാദ്യം കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടെ കയറി അവരോട് പറഞ്ഞു. നല്ല സാധനം കേട്ടോ, എനിക്കിഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ടയും ഇളനീരൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് മുട്ടായൊക്കെ വാങ്ങിച്ചു, കാരണം വണ്ടിയിൽ പോകുമ്പോൾ എന്തെങ്കിലും കുറിക്കണമല്ലോ. കുറച്ച് ഐറ്റംസ് തന്നെ വാങ്ങിച്ചു. ഞാൻ ഉപ്പാനെ ഇന്ന് മുടിപ്പിച്ചു ഗൈസ്. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ സുഡിയോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വലിയ ഷോപ്പാണ് കേട്ടോ. കുറേ കളക്ഷൻസൊക്കെ ഉണ്ട്. ബട്ട് എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഉപ്പാക്കും ഉമ്മാക്കും അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. റേറ്റൊന്നും കുഴപ്പമില്ല കേട്ടോ. ചിലതിന് ഭയങ്കര റേറ്റ് ഉണ്ട്, ചിലത് കുറച്ചേ ഉള്ളൂ. ഇതിൽ ഓവർ കളക്ഷൻസ് വരുന്നത് വെള്ളിയാഴ്ച പോലും അവർ സ്റ്റോക്ക് ഇടുന്നത്. നമ്മൾ ഞായറാഴ്ച പോകേണ്ട തന്നെ കുറച്ച് കുറവായിരുന്നു. ചെപ്പൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഒന്നും വാങ്ങാതെ തിരിച്ചുപോയി. കാരണം അത്ര വലിയ കളക്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പറ്റിയ ഡ്രസ്സൊക്കെ ഉണ്ട്, ബട്ട് അത്ര വലിയ കംഫർട്ടായി തോന്നാത്തതുകൊണ്ടാണ് കേട്ടോ സെലക്ട് ചെയ്യണത്. പിന്നെ ഓവറായിട്ട് വന്നില്ല. വെള്ളിയാഴ്ച വരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളതങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോയത് നിക്ഷാനിലോട്ടാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് നല്ല ഓഫർ നടക്കുമായിരുന്നു. അവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വില കുറവാണ്. നല്ല സാറ്റിസ്ഫൈഡ് ആയ റേറ്റ് തന്നെ അവിടെ അവൈലബിൾ ആണ്. നമ്മളൊരു ഫാന് വാങ്ങിച്ചു. പിന്നെ അവിടെ എല്ലാ മോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ തരം മോൾഡൊക്കെ ഉണ്ട്. പിന്നെ വെറൈറ്റി ബോട്ടിൽസും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടോക്കി എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഞാൻ എല്ലാം ഒന്നും എടുത്തില്ല, എന്നാലും പറ്റുന്നത്ര വീഡിയോസ് എടുത്തു. വാട്ടർ ഫിൽറ്ററും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കൂപ്പണൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത ഓണത്തിലാണ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടുത്തെ ലൈറ്റ്സൊക്കെ കാണണം, നല്ല ഭംഗിയുള്ള ലൈറ്റ്സാണ് കേട്ടോ. ഭയങ്കര വെറൈറ്റി ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരമായി അവിടെ നിന്നിട്ട് കുടലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സോണ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോയി. ബിരിയാണി പറഞ്ഞു, ഫ്രൈഡ് റൈസ് പറഞ്ഞു, ചിക്കൻ ലോലിപോപ്പ് പറഞ്ഞു കേട്ടോ. ചിക്കൻ ലോലിപോപ്പ് ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി സാധനം. ബാക്കിയുള്ള ലോലിപോപ്പ് പാക്ക് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ മോളിലാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ച് പോയതാണ്. കാരണം സ്റ്റുഡിയോ പോയിട്ട് നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ക്യാപിറ്റൽ മാളിൽ നിന്ന് എടുക്കാമെന്ന വല്ല പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് പോകാം എന്നേ ഉള്ളൂ. അങ്ങനെ ക്യാപിറ്റൽ മാൾ എത്തിയിട്ട് ബാക്കി വിശേഷം പറയാം കേട്ടോ. പിന്നെ മാളിലോട്ട് നമ്മൾ കയറി കേട്ടോ. പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയാനുള്ളത്, നമ്മളവിടെ മാക്സിൽ കയറിയപ്പോൾ ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുതലാക്കി എന്ന് പറയാം. ഞാൻ 2 ഡ്രസ്സ് എടുത്തു ഗൈസ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി മോഡൽ ഡ്രസ്സ്. അതൊക്കെ കഴിഞ്ഞു. ഞാൻ വണ്ടിയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ലോലിപോപ്പ് പാഴ്സലാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ബീച്ചിലായിരുന്നു, പയ്യാമ്പലം ബീച്ച്. നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ നല്ല വൈബായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവിടെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ സൺസെറ്റൊന്നും കാണാൻ നിന്നില്ല, ലൈറ്റ് ആയിനു. പിന്നെ ഞാനിങ്ങനെ നടക്കുന്ന വീഡിയോയും എൻ്റെ കുറച്ച് ഫോട്ടോസും അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ മട്ടന്നൂരേക്ക് പോയി, ഉമ്മാൻ്റെ വീട്ടിലോട്ട്. അവിടെ ഇന്ന് ഫുഡെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ പെരക്കൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും ഇതിലുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് സീതാപ്പാനി കയറിയിട്ട് ഷവർമ്മയും മോണ്ടിയണ്ടിയും വാങ്ങിച്ചു. എനിക്ക് മാത്രം വാങ്ങിച്ചതുകൊണ്ട് ഞാൻ മാത്രമാണ് കഴിച്ചതെന്ന് വിചാരിക്കരുത്. ഉപ്പാക്കും ഉമ്മാക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്.
അതൊക്കെ കഴിഞ്ഞ് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലോട്ട് പോയി. അവിടുത്തെ അങ്ങനെ വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തില്ല, കുറച്ചൊക്കെ എടുത്തു. അവിടെ ഒരു കുഞ്ഞ് ചെക്കനുണ്ടായിരുന്നു, അവനക്ക് ലൈസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഉപ്പാൻ്റെ വീട്ടിലൊന്ന് കയറി. ഉപ്പ വന്നിട്ട് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, സോ അവിടെ ഒന്ന് കയറി ഇറങ്ങി. പിന്നെ ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോയിട്ടാ. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായിട്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.